അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഫീസ്റ്റ് ആൻഡ് ഫാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ഡെസേർട്ട്, ബട്ടർ സ്കോച്ച് പുഡിംഗ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു കാരമൽ സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ കാരമൽ സോസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ എന്നാലും നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ എടുത്ത് സ്റ്റവിൽ വയ്ക്കാം. ഇവിടെ നമ്മൾ ഈ സോസ് ഉണ്ടാക്കിയെടുക്കുന്നത് ഫുള്ള് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ്, ത്രൂ ഔട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് സോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മുടെ പാനിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ബട്ടർ സോൾട്ടഡ് ആയാലും അൺസോൾട്ടഡ് ആയാലും പ്രശ്നമൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊരു 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിൽ മിക്സ് ആവണം. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷുഗറും എല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീം, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിലാണെന്ന് എപ്പോഴും നോക്കണം, അല്ലെങ്കിൽ അടിയിൽ അത് നമ്മുടെ ഷുഗർ പിടിക്കും. അപ്പോൾ ടേസ്റ്റ് മാറും, കാരമൽ സോസ് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ സോസിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് അതും നമ്മൾക്ക് ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്, അത് ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് നമ്മുടെ പുഡിങ്ങിന് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ സോസ് ഭയങ്കര തിക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മളെ കാരമൽ സോസ് ബ്രെഡിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ട്രേയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ബ്രെഡിൽ മുക്കാനുള്ളത് കൊണ്ടാണ് നേരത്തെ തിക്കാവുന്ന ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ബ്രെഡിൻ്റെ എണ്ണം നിങ്ങളുടെ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ പീസും ബ്രെഡിൽ മുക്കിയെടുത്തിട്ടാണ് ചെയ്യുന്നത്. എല്ലാ പീസ് ബ്രെഡും നമ്മൾ അതിൻ്റെ 4 സൈഡും കളഞ്ഞതാണ്. 4 സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാകും വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് നമ്മളിതിൽ ബ്രെഡിൽ ഡിപ്പ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ബ്രെഡ് നമ്മുടെ ട്രേയുടെ വലുപ്പത്തിനനുസരിച്ച് അതിൻ്റെ സൈസിനനുസരിച്ച് ബ്രെഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലിടുന്ന നെക്സ്റ്റ് ലെയർ ക്രീമാണ്. വിപ്പിംഗ് ക്രീം നമ്മളിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്രീം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നട്ട്സാണ്. അപ്പോൾ ഞങ്ങളിവിടെ യൂസ് ചെയ്ത കടലമിഠായിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കടലമിഠായിക്ക് പകരം കുറച്ച് നട്ട്സ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കാരമൽ സോസിലൊന്ന് സോട്ട് ചെയ്ത് എടുത്താലും മതി. കടലമിഠായി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടാനുള്ള രീതിയിലാണ് നമ്മൾ കടലമിഠായി യൂസ് ചെയ്തത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ലെയറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നട്ട്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ നെക്സ്റ്റ് ലെയറായിട്ട് നേരത്തെ ചെയ്ത പോലെ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ബ്രെഡ് കാരമൽ സോസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് വെക്കുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം.
ഇപ്പോൾ നമ്മൾ ബ്രെഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ശരിക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നമ്മൾ നെക്സ്റ്റ് ലെയർ, നമ്മുടെ ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ക്രീം തന്നെയാണ്. പക്ഷേ ഒന്നുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ഒന്നുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ബൂസ്റ്റിൻ്റെ പൊടി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് ഉറ്റിച്ച് കൊടുത്താലും മതി. ഒന്നും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ആ ക്രീം അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ നിങ്ങൾ ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ അതിന് മുകളിൽ നമ്മൾ നേരത്തെ കുറച്ച് ബാക്കി വെച്ച് കടലമിഠായും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. Thank you for watching. Bye.